കണ്ടിറങ്ങിയ നമ്മുടെ മനസ്സിൽ തോന്നിയ ഏറ്റവും വലിയ സംശയം എവിടെയാണ് ചച്ചുവിന്റെ ബോഡി മറവ് ചെയ്തതെന്നാണ്. നമുക്കതൊന്ന് കണ്ടെത്തി നോക്കാം. ഈ സിനിമ ഒരു മാസ്റ്റർ പീസാണ്. ഈ വീഡിയോയിൽ ഹെവി സ്പോയിലർ ഉണ്ട്, അതുകൊണ്ട് സിനിമ കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക. ബോഡി എവിടെയാണെന്ന് പരിശോധിക്കുന്നതിന് മുന്നേ നമുക്ക് അപ്പുപിള്ളയുടെ ടൈം ലൈൻ ഒന്ന് നോക്കിയാലോ. 2008 അപ്പുപിള്ള ആർമിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. 2014 മാർച്ച് 19 ചച്ചു ജനിക്കുന്നു. 2016 അപ്പുപിള്ള ഗൺ ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നു. 2017 പ്രവീണ ക്യാൻസർ ഐഡന്റിഫൈ ചെയ്യുന്നത്. 2021 ഫെബ്രുവരി ഗണ്ണ് ലാസ്റ്റ് പോലീസിൽ സറണ്ടർ ചെയ്യുന്ന ഡേറ്റ്. 2021 മാർച്ച് 19 പ്രവീണയുടെ കീമോ, ചച്ചുവിന്റെ 7ാം പിറന്നാള് കുരങ്ങിനെ കൊല്ലുന്നത്. 2021 മാർച്ച് 20 ചച്ചുവിന്റെ മരണം. 2021 ഓഗസ്റ്റ് സെപ്റ്റംബറിലായിരിക്കണം പ്രവീണയുടെ മരണം. 2022 ഫെബ്രുവരി മാർച്ച് വയനാടുള്ള അപ്പുപിള്ള ഭൂമിയുടെ ഒരു ഭാഗം കോട്ടയംകാരന് വിലയ്ക്ക് വിറ്റു. 2022 ഏപ്രിൽ അപ്പുപിള്ളയുടെ തെറപ്പി സൈക്കോളജിസ്റ്റ് തുടങ്ങുന്നു. 2024 മാർച്ച് അജയന്റെയും അപർണയുടെയും കല്യാണം. ഒന്നാമത്തെ സാധ്യത, സിനിമയിലെ ഏറ്റവും വലിയ സാധ്യത അപ്പുപിള്ള പറമ്പിൽ കത്തിക്കുന്ന സ്ഥലമാണ്. അശോകൻ ഒരു സീനിൽ പറയുന്നുണ്ട്, പറമ്പിന്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ കാട് വളർന്നു നിൽക്കുന്നുണ്ട്, പക്ഷെ അവിടെ മാത്രം കുറ്റിപ്പുല്ലും കരിയും നിറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് അപ്പുപിള്ള സ്ഥിരമായി തെളിവുകൾ നശിപ്പിക്കുന്നതും. അജയൻ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്നത് ഏകദേശം 3-4 മണിക്കൂറിനുള്ളിൽ മാത്രം. അത്രയും സമയത്തിനുള്ളിൽ മറവ് ചെയ്യണമെങ്കിൽ വീട്ടിലെ പറമ്പിൽ മാത്രമേ പറ്റൂ. ഇവിടെ എതിര് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരിക്കലും ചെറുമോനെ മറവ് ചെയ്ത സ്ഥലത്ത് നമ്മൾ തീയിട്ട് കത്തിക്കില്ലല്ലോ. പക്ഷെ അപ്പുപിള്ളയ്ക്ക് അത് ഓർമ്മയില്ല എന്ന് വേണം കരുതാൻ. ആദ്യത്തെ ലൂപ്പിൽ പെട്ടുപോകുന്ന അപ്പുപിള്ള പിന്നീട് തെളിവുകൾ ശേഖരിച്ച ശേഷം അത് കത്തിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വെട്ടി നിരത്തിയത് കൊണ്ട് അധികം ചെടിയും പുല്ലും ഇല്ലാത്ത കാട്ടിലെ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓർമ്മയില്ലെങ്കിലും നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഹാബിറ്റ് മസിൽ മെമ്മറി മൂലം ലൂപ്പിൽ റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സാധ്യത, കോട്ടയംകാരന് വിറ്റ ഭൂമിയിലെ അതിർവരമ്പിൽ നിൽക്കുന്ന ആഞ്ഞലി മരത്തിന് കീഴിലാകാം. അത് അശോകൻ ചോദിക്കുന്നുണ്ട്, അതിർത്തി എവിടെയെന്ന്. മറവ് ചെയ്ത രാത്രി അപ്പുപിള്ള അജയനോട് പറയുന്നുണ്ട്, മണിയനെ വിളിച്ച് മാവിന്റെ കൊമ്പ് റോട്ടിലേക്ക് ചാഞ്ഞു കിടക്കുന്നുണ്ട്, അത് വെട്ടണമെന്ന്. എന്തുകൊണ്ടായിരിക്കും അപ്പുപിള്ള അപ്പോൾ ഓർത്തത്? രാത്രിയിൽ അവിടെ പോയിരിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കില്ലേ? രാമായണത്തിലെ 7 ഭാഗങ്ങളിൽ ഒന്നായ കിഷ്കിന്ധ കാണ്ഡയിൽ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നതിനിടയ്ക്ക് തന്നെ കണ്ടുപിടിക്കാനായി സീത ആഭരണം കാടിന് മുകളിൽ കൂടി താഴേക്ക് അടയാളത്തിനായി ഇടുന്നുണ്ട്. അത് വാനരന്മാരെ എടുത്തു വെക്കുകയും രാമൻ സീതയെ അന്വേഷിച്ച് ഇറങ്ങുന്ന സമയത്ത് തെളിവിനായി വാനരന്മാർ അത് ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ മണിയൻ വന്ന് തിരയുമ്പോൾ ആഞ്ഞലി മരത്തിന് മുകളിൽ നിന്ന് സീതയുടെ ആഭരണം പോലെ കുരങ്ങന്മാർ എറിഞ്ഞ ചച്ചുവിന്റെ ടോയ്സ് അപർണയ്ക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ മൂന്നാമത്തെ സാധ്യത ജഗദീഷ് അവതരിപ്പിച്ച സുമദത്തനാണ്. സുമദത്തന് ഒരു പക്ഷെ അറിയാമായിരുന്നിരിക്കാം ബോഡിക്ക് എന്ത് സംഭവിച്ചു എന്നത്. സുമദത്തൻ പുറമേക്ക് കാണുന്ന ആളല്ല എന്നും അതീവ വിദഗ്ധമായ ഒരു മുഖംമൂടി ഉണ്ടാക്കി നാട്ടുകാരെ കബളിപ്പിക്കുന്നതിൽ വിദഗ്ധനുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, ഇവർക്ക് 2 പേർക്കും മാത്രം അറിയാവുന്ന തരത്തിൽ നല്ല കളർഫുൾ നെക്സ്റ്റ് ഹിസ്റ്ററിയും ഉണ്ട്. അപ്പുപിള്ളയും സുമദത്തനും വളരെ ആഴത്തിലുള്ള വിശ്വസ്ത ബന്ധമുണ്ടെന്ന് അജയന്റെ ചേട്ടനായ പ്രസാദ് ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സുമദത്തന്റെ സഹായത്തോടു കൂടി തന്നെ ആയിരിക്കണം ബോഡി ഡിസ്പോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അപ്പുപിള്ളയുടെ അന്വേഷണത്തിന്റെ ലൂപ്പിൽ നിന്ന് സുമദത്തിന് സാധ്യത കൂടുതൽ കാണാം. ഓരോ ലൂപ്പിന്റെയും തുടക്കം നോക്കാം. അപ്പുപിള്ള ചുമരിൽ നോക്കുന്നു, ചച്ചുവിന് എന്ത് സംഭവിച്ചു എന്ന് സംശയം വരുന്നു. ഡ്രോയർ തുറന്ന് ചച്ചുവിന്റെ നോട്ട് പാഡ് എടുക്കുന്നു. തുടർന്ന് ചച്ചുവിന്റെ ഫയലൊക്കെ പരതുന്നു. അതിൽ നിന്ന് ചച്ചുവിന്റെ ന്യൂസ് പേപ്പർ മിസ്സിംഗ് നോട്ട്, പഴയ നെക്സലൈറ്റ് കേസിന്റെ നോട്ട്സ് ഒക്കെ കിട്ടുന്നു. അതേ തുടർന്ന് സുമദത്തിനെ മീറ്റ് ചെയ്ത് പഴയ നെക്സലൈറ്റ് കേസും മിസ്സിംഗ് ബുള്ളറ്റും അന്വേഷിക്കുന്നു. ജഗദീഷ് കുരങ്ങിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്ന് മണിയനെ വിളിച്ച് പറമ്പ് തിരയുന്നു. ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്ത് കീമോയുടെ ഡേറ്റ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെയും അപ്പുപിള്ള സുമദത്തിനെ പോയി കാണുന്നു. അതിനുശേഷമാണ് അപ്പുപിള്ള തെളിവുകൾ നശിപ്പിക്കുന്നത്. ഇവിടെ സുമദത്തിനുമായുള്ള രണ്ടാമത്തെ മീറ്റിംഗിൽ അപ്പുപിള്ള എന്തോ അപ്രിയ സത്യങ്ങൾ കേട്ടിരിക്കാം. എന്തെന്നാൽ അപ്പുപിള്ളയ്ക്ക് എങ്ങനെ മനസ്സിലായി ചച്ചു വെടിയിട്ടാണ് മരണപ്പെട്ടതെന്ന്? മറ്റെന്ത് തെളിവാണുള്ളത്? അതും അജയന്റെയോ പ്രവീണയുടെ കയ്യിൽ നിന്ന് തന്നെ സംഭവിച്ചു എന്ന് അപ്പുപിള്ളയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഹോസ്പിറ്റൽ തീയതി ഡിഫറൻസ് മാത്രം ഉണ്ടെങ്കിലും എല്ലാവരും പോലെ അപ്പുപിള്ളയ്ക്ക് ചച്ചുവിന്റെ മാൻ മിസ്സിംഗ് പോലെ തന്നെ കരുതിക്കൂടെ? 2 ബുള്ളറ്റും ചച്ചു കുരങ്ങിന് നേരെ തന്നെ ഉപയോഗിച്ച് കാണും എന്ന് കരുതിക്കൂടെ? ചച്ചു വെടിയിട്ടാണ് മരണപ്പെട്ടതെന്നും ബോഡി ഡിസ്പോസ് ചെയ്തത് എങ്ങനെയെന്നും സുമദത്തിൽ നിന്നും ബോധ്യപ്പെട്ട ശേഷം വളരെ ഉറപ്പോടെയാണ് തെളിവുകൾ നശിപ്പിക്കുന്നത്. മാത്രമല്ല, സുമദത്തൻ നാട്ടുകാരുടെ കണ്ണിൽ ഒരു വാറ്റുകാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്പിരിറ്റ് ഉപയോഗിച്ച് തെളിവ് നശിപ്പിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ
സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ ദൃശ്യം പോലെ ബോഡി കണ്ടെത്തിയാൽ മാത്രം പറ്റില്ലല്ലോ. ദൃശ്യം ഒരു കംപ്ലീറ്റ് ജോർജ് കുട്ടി ഷോ ആണെങ്കിൽ ഈ സിനിമയുടെ ആത്മാവ് 3 മനുഷ്യരുടെ മനസാക്ഷി കുത്താണ്. അതുകൊണ്ട് തന്നെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അഥവാ അസ്തിത്വ പ്രതിസന്ധി നേരിടുന്ന സുമദത്തനിലൂടെ മാത്രമേ സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? സുമദത്തിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.